എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അതായത് നമ്മുടെ മലയാള സിനിമയുടെ മണിമുത്തായ നമ്മുടെ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ചാലക്കുടിയിലെ നമ്മുടെ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക്. മണിച്ചേട്ടനെ ഞാൻ ഇതിനു മുന്നേ ഒരിക്കലും ജീവിച്ചിരുന്നപ്പോൾ കണ്ടിട്ടില്ല. പക്ഷേ വളരെയധികം നഷ്ടബോധം തോന്നുന്നു. കാരണം അദ്ദേഹത്തെ ഒരു നോക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇത്ര നാളായിട്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ഏതായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. നമ്മുടെ ചാലക്കുടിയിലെ നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടിയും അതുപോലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും മണിച്ചേട്ടൻ്റെ ഒരു കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം, ഒരു ഇത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാമകൃഷ്ണൻ ചേട്ടൻ, അതായത് മണിച്ചേട്ടൻ്റെ അനിയൻ ഇവിടെയാണ് ഡാൻസൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ മണിച്ചേട്ടൻ്റെ അച്ഛൻ രാമനെയും അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ അമ്മ അമ്മണിയമ്മയും ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അതിവിടെ എന്തോ ഒരു കുതിരവണ്ടി അതേപോലെ എന്തോ ഒരു സാധനം ഇവിടെ എടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതെ, ആദ്യം തന്നെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മണിച്ചേട്ടനാണ്. കാരണം ജീവിച്ചിരുന്ന ഒരു സമയത്ത് എനിക്ക് ഈ മണിച്ചേട്ടനെ കാണാൻ, അതുപോലെ ഞാനൊരു തൃശ്ശൂരുകാരനായിരുന്നു. പക്ഷേ അതിലുപരി നമുക്ക് എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമമുണ്ട്. കാരണം മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ സാധാരണക്കാരായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മണിച്ചേട്ടൻ. അതുപോലെ തന്നെ ചാലക്കുടിക്കാർക്ക് എന്നും ഏതൊരു കാര്യത്തിന് നമുക്ക് മുൻപന്തിയിൽ നിന്ന് ചെയ്ത് കൊടുത്തിരുന്നൊരു വ്യക്തിയായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. അപ്പോൾ മണിച്ചേട്ടൻ ഇതുവരെ എനിക്ക് നേരിട്ട് കണ്ട ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് മണിച്ചേട്ടാ, അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നും. കാരണം ഇങ്ങനൊരു സംഭവം ഒരു 3-5 വർഷമായി മണിച്ചേട്ടൻ ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു എന്താ പറയുക, പറയാൻ കിട്ടില്ല, അത്രയധികം നമുക്ക് വിഷമമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ പഴയ കാരവാനാന്ന് തോന്നുന്നു ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും എഴുതിയിട്ടുണ്ട് Ben 100 മണിച്ചേട്ടൻ്റെ ഒട്ടുമിക്ക വണ്ടികളിലെയും നമ്പർ പ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. XUV കാറ് അതുപോലെ തന്നെ മിക്ക വണ്ടികളിലെയും നമ്പർ പ്ലേറ്റ് 100 കാരണം മണിച്ചേട്ടൻ പഠിക്കുന്ന സമയത്ത് മണിച്ചേട്ടന് കിട്ടാതെ 100-ൽ 100 മാർക്ക് മണിച്ചേട്ടൻ്റെ വണ്ടികൾക്ക് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എല്ലാ വണ്ടിക്കും നമ്പർ പ്ലേറ്റിന് 100 ഇട്ടാണത്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം വണ്ടിയൊക്കെ ആകെ നശിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഉപയോഗിക്കണം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് നമ്മുടെ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്കും അതുപോലെ നമ്മുടെ മണിച്ചേട്ടൻ ഒഴിവ് സമയങ്ങളിൽ ചിലവഴിച്ചിരുന്ന നമ്മുടെ പാടിയിലേക്കും നമ്മളിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് തന്നെ വിടാം. അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മണിച്ചേട്ടൻ ആരോ ഒരാളുടെ തോളിൽ കൈ ഇട്ടുകൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ. നമുക്കപ്പോൾ ഇത് ഏതായാലും നോക്കാതെ എന്താണെന്നുള്ള സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ട്. മണിച്ചേട്ടനെ കാണാൻ മണിക്കൂടാരത്തിലേക്കോ പാടിയിലേക്കോ എത്തുന്നവർക്ക് KSRTCയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സൗജന്യമായി ഓട്ടോ യാത്ര സൗജന്യമാണ്. എന്താ അല്ലേ, നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടിയിലേക്ക് അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ സ്ഥലത്തേക്ക് എത്താനായിട്ട് നമ്മുടെ സൗജന്യമായ ഓട്ടോ യാത്ര. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വേണ്ട, നിങ്ങൾ ചുറ്റും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന നമ്മുടെ പാടി. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഫുള്ളായിട്ട് നമ്മുടെ ജാതി മരങ്ങൾ ഇങ്ങനെ തിങ്ങി പാർത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു തരി വെയിൽ പോലും ഇതിൻ്റെ അകത്തോട്ട് വരുന്നില്ല. ശരിക്കൊരു നല്ല അന്തരീക്ഷം. എന്താ അല്ലേ, മണിച്ചേട്ടൻ ഇതിലൂടെ നടന്ന മണ്ണാണ് നമ്മൾ ഇതിലൂടെ ചവിട്ടി നടക്കുന്നത്. മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന നമ്മുടെ മണ്ണ്. ഫുള്ള് ജാതി മരാട്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ. മണിച്ചേട്ടൻ്റെ അച്ഛൻ പണ്ട് ഇവിടെ, മണിച്ചേട്ടൻ പറയുന്നത് കേട്ടുള്ളതാണ്, മണിച്ചേട്ടൻ്റെ അച്ഛൻ പണ്ട് ഇവിടെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു അച്ഛൻ ജോലി ചെയ്ത സ്ഥലം പിന്നീട് മണിച്ചേട്ടന് പൈസകളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ
മണിച്ചേട്ടൻ ഇത് വാങ്ങിച്ചു മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി. മണിച്ചേട്ടൻ ഒത്തിരി ഇഷ്ടമായിരുന്നു മണിച്ചേട്ടൻ്റെ അച്ഛനെ എന്നുള്ളത് മണിച്ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാലക്കുടി പുഴ കാണാൻ പറ്റും. അവിടെ കുറേ പേരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം വെള്ളത്തിരി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ 2 പ്രാവശ്യത്തെ ആ പ്രളയത്തിൽ നമ്മുടെ ഇവിടേക്ക് നമ്മുടെ പാടിയിലേക്ക് വെള്ളം കയറിയിരുന്നു. അങ്ങനെയാണ് ഇവിടെയുള്ള സംഭവങ്ങൾ മൊത്തം വെള്ളം കയറി ഇല്ലാതായത്. കണ്ട ചാലക്കുടി പുഴ. ഏതായാലും നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഇവിടെ ഒരു ഓലമേഞ്ഞുള്ളൊരു ഷെഡ് കാണാൻ പറ്റും. നമ്മുടെ മണിച്ചേട്ടൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മണിത്തിളക്കം കലാസമിതി ചാരിറ്റബിൾ സൊസൈറ്റി വെള്ളനാട്. അപ്പോൾ ഇതൊക്കെ ആകെ പ്രളയത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. മണിച്ചേട്ടൻ പണ്ട് ഇവിടെയൊക്കെ വന്നിരുന്ന സ്ഥലങ്ങളാണ്, സമയങ്ങളാണ്, ചിലവഴിച്ച ഒത്തിരി സമയങ്ങൾ. വഴിയിൽ മണിച്ചേട്ടനെ കുറിച്ച് ആരോട് ചോദിച്ചാലും പറയാൻ 100 നാവാണ്. പിന്നെ അതായത് ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് ബിൽഡിങ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ ബാത്റൂമാണെന്ന് തോന്നുന്നു. അതുപോലെ നമ്മുടെ മണിച്ചേട്ടൻ ഇവിടെ ഭക്ഷണം വയ്ക്കാനും അതുപോലെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് മണിച്ചേട്ടൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. അദ്ദേഹം ഇവിടെ ഇരുന്ന് പാചകം ചെയ്ത് കൂട്ടുകാരോടൊക്കെ കൂടി കുശലൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കാറുള്ളൊരു സ്ഥലമാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. വേണ്ട, ഇവിടെയൊക്കെ ആ പ്രളയത്തിൽ മൊത്തം നശിച്ച് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാലക്കുടി പുഴ കാണാട്ടാ. അപ്പോൾ ഇത് ഒരു കിച്ചൺ തന്നെയാണ്. കാരണം മണിച്ചേട്ടൻ ഇവിടെയൊക്കെ ഇരുന്ന് പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള രംഗങ്ങൾ നമുക്ക് പല സീക്വൻസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ TV ആയിരിക്കും. സോറി, അത് ബാത്റൂം അല്ലായിരുന്നു, അത് കിച്ചൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാനുള്ള ഒരു എൻട്രൻസ് ആയിരുന്നു. അത് ഞാൻ തെറ്റിപ്പോയി തന്നെ. ഇതാണ് ബാത്റൂമായിരുന്നു. ഉള്ളിലൊക്കെ ആകെ വെള്ളം കയറി ഇതായി കിടക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാലക്കുടി പുഴ മാത്രമല്ല, നമുക്ക് ഇവിടെ നിന്ന് തീവണ്ടി പോകണ സൗണ്ടും കൂടി കേൾക്കാട്ടാ. അപ്പോൾ നമ്മളിതേ വീണ്ടും നമ്മുടെ ചാലക്കുടി പുഴയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്, കൂടപ്പുഴ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് പതുക്കെ ഇറങ്ങാം. വലിയ താഴ്ചയാണ് കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ താടി ഇടിച്ച് വീഴും. മണിച്ചാട്ടമുള്ള സമയത്ത് ഇവിടെ നല്ല ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് പ്രളയം വന്ന് കുറേ മണ്ണൊക്കെ ഒലിച്ചു പോയി. അതിനുശേഷം ഇതിങ്ങനെയൊക്കെയായി. ഇവിടെ കുറച്ച് മരത്തോണ്ട് ഉണ്ടാക്കിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അതെ, അടിപൊളി വിഷ്വലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാലക്കുടി പുഴ, അങ്ങേ കരയിൽ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതായത് അവിടെ നോക്കി കഴിഞ്ഞാൽ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരത്തെ. നമ്മുടെ ചാലക്കുടി പുഴ അങ്ങോട്ട് ഇറക്കണ നമുക്ക്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. അയ്യോ, ഇപ്പനെ പോയനെ കുത്തനെയുള്ള ഇതാണ്. ഇതേ നമ്മുടെ മണിച്ചേട്ടൻ്റെ ചാലക്കുടി പുഴ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ വേണ്ട, അവിടെ മുകളിലാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടി. ഇത് അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും നമ്മുടെ ചാലക്കുടി പാലം. വണ്ടികളൊക്കെ അതിൽ പോകുന്നുണ്ട്. നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ് കേട്ടോ. അവിടെ എന്തോ മരങ്ങളൊക്കെ അവിടെ വെള്ളത്തിൻ്റെ നടുക്ക് വന്ന് എടുക്കുന്നുണ്ട്. പ്രളയത്തിൽ ഒലിച്ച് വന്നിട്ട് അവിടെ ഇങ്ങനെ കുത്തി കിടക്കുന്നതാണ് തോന്നണേ. നമ്മുടെ മണിച്ചേട്ടൻ്റെ അതായത് ഓർമ്മകൾ ഉറങ്ങണ മണ്ണിലാണ് നമ്മൾ വന്നിരിക്കണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മണിച്ചേട്ടനെ നേരിട്ട് കാണാത്തതിൽ വളരെയധികം ദുഃഖമുണ്ട്. കാരണം തൃശ്ശൂർകാരനായിട്ട് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛനൊരിക്കൽ നമ്മുടെ തൃപ്പയ അമ്പലം ത്രിമൂർത്തി ക്ഷേത്രം അവിടെ അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ ഒരിക്കലും മണിച്ചേട്ടനെ കണ്ട് സംസാരിച്ച് ഷെയ്ക്കൻ്റെ കൊടുത്തതെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വലിയൊരു ഗർത്താണ് കേട്ടോ അവിടെ ഇറങ്ങി കഴിഞ്ഞാലേ. പിന്നെ അത് ഈ സൈഡിൽ കൂടി നമുക്ക് ഇറങ്ങാൻ തോന്നുന്നു. പക്ഷെ ഇവിടെ നിലയില്ല നിൽക്കാനായിട്ട്. മണിച്ചേട്ടനുള്ള സമയത്ത് ആൾക്കാർ പറയണ കേട്ടിരുന്നു ഇപ്പോൾ ആകെ ഒരു 3-4 കാലുകൾ മാത്രമുള്ളൂ. ഇവിടെയൊക്കെ ഷെഡൊക്കെ ഉണ്ടായിരുന്നതാണ് മണിച്ചേട്ടൻ്റെ. നേരിട്ട് വന്ന് കാണുന്നവർക്കുള്ളവർക്ക് നേരിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. സുഖമായിട്ട് വന്നിട്ട് മണിച്ചേട്ടൻ്റെ പാടിയും അതുപോലെ തന്നെ ചാലക്കുടി പുഴയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മടങ്ങി പോകാം. ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് മണിച്ചേട്ടൻ്റെ വീട് പോലെ തന്നെ ഒരു 9 വീട് ഈ ഭാഗത്ത് മണിച്ചേട്ടൻ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ പലതും ഇപ്പോൾ മണിച്ചേട്ടൻ നോക്കാൻ പറ്റാത്ത കാരണം പലതൊക്കെ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. ഇത് നമ്മുടെ മണിച്ചേട്ടൻ്റെ വാടകയ്ക്ക് കൊടുത്താണ് വീടുകളാണ്. ഇതുപോലെ ഒരുപാട് വീടുകൾ നമ്മുടെ മണിച്ചേട്ടൻ ഇത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാടകയ്ക്ക് കൊടുത്തിട്ട് 3 വീടുകളാണ്. ഇപ്പോൾ ഇനി പോണ വഴിക്ക് നമുക്ക് ഒരുപാട് വീടുകൾ കാണാം. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ വേഗം തന്നെ വിടാം. വാ.
അപ്പോൾ അതായത് നമ്മൾ നമ്മുടെ മണിച്ചേട്ടൻ്റെ വീട്ടിൽ വന്നേക്കാണ്. അതായത് നമ്മുടെ മണിച്ചേട്ടൻ്റെ മണിക്കൂടാരം എന്ന് പറയുന്ന വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ തൽക്കാലം ഇപ്പോൾ ഇവിടെ ആരും ഇല്ല. കാരണം മണിച്ചേട്ടൻ്റെ മോളും ഒക്കെ തിരുവനന്തപുരത്ത് പഠിക്കണതുകൊണ്ട് ആരും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മണിക്കൂടാരം. ഗേറ്റ് ക്ലോസ്ഡാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കാണാൻ പറ്റിയതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരു 9 വീടുകൾ മണിച്ചേട്ടൻ ഇവിടെ പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. മണിച്ചേട്ടൻ നോക്കാനില്ലാത്ത കാരണം ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട് മണിക്കൂടാരം. അപ്പോൾ നമ്മുടെ മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റ് ഇത് അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അതുപോലെ തന്നെ വണ്ടികളൊന്നും ഇവിടെ കാണുന്നില്ല. മുന്നോടെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, സ്കോർപ്പിയോ അതുപോലെ മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന വണ്ടികൾ. അപ്പോൾ മണിച്ചേട്ടൻ ഉറങ്ങുന്നത് അവിടെയാണ്. എന്തായാലും മണിച്ചേട്ടൻ എന്നൊരു വ്യക്തി ചാലക്കുടിക്കാർക്ക് അന്ന് എന്നും പ്രിയപ്പെട്ടവനായിരുന്ന ഒരു വ്യക്തി ഈ അവസരത്തിൽ നമ്മളെ കൂടെ ഇല്ല. അദ്ദേഹം ഒത്തിരി വിഷമമുണ്ട്. നമ്മുടെ മലയാള സിനിമയിൽ അദ്ദേഹം കലാഭവമണി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ നമ്മുടെ തമിഴ് ഇൻഡസ്ട്രി അതുപോലെ തെലുങ്ക് ഇൻഡസ്ട്രിയിലൊക്കെ അദ്ദേഹത്തെ കലാമണി എന്ന് പറഞ്ഞ അദ്ദേഹം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ട്രാവലോഗിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് നമ്മളെ ട്രാവലോഗിൻ്റെ 2ാമത്തെ എപ്പിസോഡ് നമ്മുടെ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള എപ്പിസോഡ് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മണിച്ചേട്ടൻ്റെ വീടും അതുപോലെ തന്നെ പാടിയും എല്ലാവരും നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.